ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? എൻ്റെ ഒരു കൊച്ചു കറ്റാർവാഴത്തോട്ടമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ഈ കറ്റാർവാഴത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ തോട്ടമാണെന്ന്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. വെറും 10-12 മൂട് കറ്റാർവാഴയാണ് ഞാനിവിടെ നട്ടുവെച്ചിരിക്കുന്നത്. ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസങ്ങളായി ഇതിന് പരിചരണമൊക്കെ കൊടുത്തിട്ട് കളകളൊക്കെ ഇങ്ങനെ കിളിച്ച് നിൽപ്പുണ്ട്. ഇന്ന് നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഒരു ചെറിയ മൂട് കറ്റാർവാഴ ചെടി നട്ടു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുളകളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവയെല്ലാം പിഴുതെടുത്ത് വേറെ വേറെ ചട്ടുകളിലോ അല്ലെങ്കിൽ ചാക്കിനകത്തിൽ മണൽ നിറച്ചോ നിലത്ത് തന്നെ ആയാലും മതി, അങ്ങനെയൊക്കെ വളർത്തിയെടുക്കാം. ചില ആൾക്കാർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനെ കൃഷി ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു കളകൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് അതിനെയൊക്കെ ഒന്ന് പറിച്ച് കളയുകയാണ്. മറ്റ് ചെടികൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള വലിയ പരിചരണമൊന്നും ഈ കറ്റാർവാഴ ചെടിക്ക് ആവശ്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അല്പം ചാണകപ്പൊടി, കുറച്ച് ചാരം ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോഴും നന ആവശ്യമുള്ള ഒരു ചെടിയല്ലിത്. ഇതിനകത്തിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ഒരു ചെടിയല്ലിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ പോളകളൊക്കെ പഴുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനെ അടർത്തി മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ മറ്റ് പോളകൾക്കൊക്കെ നല്ല കനത്തോടെ ഇത് വളരുകയുള്ളൂ. പിന്നെ ഈ ചെടി വ്യാവസായികമായി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്പം കടലപ്പിണ്ണാക്ക്, അതുപോലെ എല്ലുപൊടി, ചാണകപ്പൊടി ഇവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ പോളകൾക്ക് നല്ല വലിപ്പം വയ്ക്കുകയും ഈ കറ്റാർവാഴയുടെ ഉൽപ്പാദനക്ഷമത നന്നായി വർദ്ധിപ്പിക്കാനും കഴിയും. ഈ കറ്റാർവാഴ ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. അത്രയധികം ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത്. തലമുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുഖ സൗന്ദര്യത്തിനുമെല്ലാം ഇത് വളരെ നല്ലതാണ്. പിന്നെ ഈ കറ്റാർവാഴപ്പോള മുറിച്ചെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു മഞ്ഞ നിറമുള്ള ഒരു ദ്രാവകം വരുന്നതായി കാണാം. അപ്പോൾ നമ്മൾ കറ്റാർവാഴപ്പോള മുറിക്കുമ്പോൾ ഈ മുറിഞ്ഞ ഭാഗം താഴെയാകുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ 5-10 മിനിറ്റ് ഇങ്ങനെ കുത്തിച്ചാരി വയ്ക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിലുള്ള മുഴുവൻ ദ്രാവകവും ഊറി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് ആ മുറിച്ച ഭാഗം തന്നെ ഒന്നുകൂടി ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഈ ദ്രാവകം അലർജി ഉണ്ടാക്കുന്നതാണ്. ചില ആൾക്കാരിൽ ഇത് നല്ലതുപോലെ ചൊറിച്ചിലുണ്ടാക്കും. അതുകൊണ്ടാണ് ഇതിനെ മുഴുവൻ മാറ്റിയിട്ട് നമ്മൾ കഴുകിക്കളയുന്നത്. ഈ കറ്റാർവാഴപ്പോള മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ മഞ്ഞ നിറമുള്ള ദ്രാവകമൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് നമുക്ക് ഇതിനെ നേരിട്ട് തന്നെ നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം. മുടി കൊഴിച്ചിൽ തടയുന്നതിനും അതുപോലെ കൊച്ചു കൊച്ചു മുടികൾ കിളിർത്ത് വരുന്നതിനുമൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനും ഇത് നേരിട്ട് തന്നെ ഉപയോഗിക്കാം. നമുക്കിതിൻ്റെ പൾപ്പ് എടുത്തിട്ട് മുഖത്ത് വെറുതെ തൂത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനകത്തിൽ ഫോർക്ക് പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തിൽ തേനൊക്കെ ഒഴിച്ച് മുഖത്ത് വെറുതെ ഇങ്ങനെ ഉരസി കൊടുത്താൽ മുഖചർമ്മത്തിലെ പാടുകൾ മാറ്റുന്നതിനും അതുപോലെ നമ്മുടെ മുഖചർമ്മം മൃദുലമാക്കുന്നതിനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ കറ്റാർവാഴ ചെടിയുടെ ചുവടുകളെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഇതിന് കുറച്ച് വളമിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം ഒന്ന് വൃത്തിയാക്കി എടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ.
ഒരു വീട്ടിൽ ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള പെൺകുട്ടികളുള്ള വീട്ടിൽ ഏറ്റവും ആവശ്യമാണ് ഒരു കറ്റാർവാഴ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്